everyone, welcome to a new episode of 365 Days of English. I am Shruti. അപ്പോൾ ഇന്നലെ നമ്മൾ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എന്തല്ല, ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അതാണോ, ഇപ്പോൾ അതാണോ, അപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും നെഗറ്റീവ് ഉണ്ടാക്കാനും പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനും നമ്മൾ പഠിച്ചു. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാൻ പഠിച്ചു. ഇനി ഞാനതായിരുന്നു അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ ഏതൊക്കെ യൂസ് ചെയ്യുമെന്ന് ഇന്ന് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു ടീച്ചറാണെന്ന് പറയാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്നലെ. ഐ എം എ ടീച്ചർ. അപ്പം ഞാനൊരു ടീച്ചർ ആയിരുന്നു എന്ന് പറയാനോ, ലൈക്ക് ഇപ്പോൾ ഞാൻ ടീച്ചറല്ല, ഞാനൊരു ടീച്ചർ ആയിരുന്നു. ഐ വാസ് എ ടീച്ചർ. അപ്പം ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് പേരാണ് വാസ് ആൻഡ് വെയർ. സോ ഇപ്പുറം ആരൊക്കെ ഉണ്ടായിരുന്നത്? ഐ, യു, ദേ ആൻഡ് വി. ഇപ്പുറത്ത് ഹി, ഷീ, ഇറ്റ് ആൻഡ് നെയിം. അപ്പം ഇപ്പുറത്തുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞു ഒരാളാണ്. അപ്പം ഒരാളാണെങ്കിൽ അവരുടെ കൂടെ വാസാണ് എപ്പോഴും വരിക. കഴിഞ്ഞ കാര്യം ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി വാസാണ് വരിക. അപ്പം ഇപ്പുറത്തുള്ള ആൾക്കാരുടെ കൂടെ വേർ. പക്ഷേ ഐയുടെ കാര്യത്തിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ഐയുടെ കൂടെ എപ്പോഴും വാസാണ് വരുള്ളൂ. അപ്പം ഹി, ഷീ, ഇറ്റ്, നെയിം, വാസ്. ഐ ഓൾസോ വാസ്. പക്ഷേ ബാക്കി മൂന്ന് ആൾക്കാരുടെ കൂടെ വേർ. ലൈക്ക് ഐ വാസ് എ ടീച്ചർ, യു വേർ എ ടീച്ചർ, ദേ വേർ ഡാൻസേഴ്സ്, വി വേർ സിംഗിങ് യെസ്റ്റർഡേ. അപ്പം ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ട് ING ചേർക്കണം. ലൈക്ക് നീ കുറച്ച് നേരത്തെ നീ എവിടെയായിരുന്നു, നിന്നെ കണ്ടില്ലല്ലോ. അപ്പോൾ പറയാം ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങായിരുന്നു. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ ING ചേർക്കുക. ഐ വാസ് സ്ലീപ്പിംഗ്, ദേ വേർ ലിസണിങ്, വി വേർ വാച്ചിങ് എ മൂവി യെസ്റ്റർഡേ, ലൈക്ക് ദാറ്റ്. അപ്പം ഐ വാസ്, യു വെയർ, ദേ വെയർ, വി വെയർ, he was, she was, it was and Tom was. It was raining heavily yesterday. ഇന്നലെ നല്ല മഴയായിരുന്നു. അതുപോലെ ശ്രുതി was teaching yesterday. ശ്രുതി ഇന്നലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു പ്രവൃത്തി ചെയ്യുമായിരുന്നു. ഇപ്പം ചെയ്യായിരുന്നു നമ്മൾ പറഞ്ഞു ING ആഡ് ചെയ്യണമെന്ന്. അപ്പം ഒരു കാര്യം ഞാനതായിരുന്നു, ലൈക്ക് ഐ വാസ് എ സ്റ്റുഡൻറ്റ് അറ്റ് സെൻറ്റ് ജോസഫ് HSS മതിലകം. ലൈക്ക് ഞാൻ സെൻറ്റ് ജോസഫിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഇപ്പം ഒരു കാര്യം പറയാണ്, കുക്കീസ് ഭയങ്കര ഡെലീഷ്യസ് ആയിരുന്നു. കുക്കീസ് ഡെലീഷ്യസ് ആയിരുന്നു എന്ന് പറയാനായിട്ടാണ്. ദ കുക്കീസ് വെയർ ഡെലീഷ്യസ്. എന്തുകൊണ്ടാണ് അവിടെ വെയർ വന്നത്? ലൈക്ക് കുക്കീസാണ്, ലൈക്ക് ഒന്നിൽ കൂടുതലാണ്. ഒരാളാണെങ്കിൽ നമ്മൾ പറഞ്ഞു വാസാണ്. ഇവിടെ കുക്കീസ് എന്ന് വരുന്നതുകൊണ്ട് വെയർ. ദ കുക്കീസ് വെയർ ഡെലീഷ്യസ്. അതുപോലെ ദ സ്റ്റാർസ് വെർ ഷൈനിങ് ബ്രൈറ്റ്ലി ഇൻ ദ സ്കൈ. സ്റ്റാർസ് ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പം അല്ല, ആയിരുന്നു. അപ്പം ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. See you in the next video. Bye bye.